നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതിയുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുധി ഞെട്ടിപ്പോയി. എന്താടാ, നിനക്ക് അവളെ ഡിവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ലെന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുധി ഒരു നിമിഷം ഇങ്ങനെ പതറി നിൽക്കുകയാണ്. പിന്നീട് സുധി ചോദിച്ചു, അല്ലമ്മേ അത് പിന്നെ എന്താ, നിനക്ക് അവളെ ഡിവോഴ്സ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അമ്മ പറയുന്ന എന്താന്ന് വെച്ചാ അത് ഞാൻ അനുസരിച്ചോളാം. ഭയങ്കര പാവത്തോ അഭിനയിച്ചാണ് സുധി അത് പറയണത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് അവൻ പോകത്തില്ല. എനിക്കറിയാം അവൻ എന്റെ മോനാന്നുള്ള കാര്യം. ഇപ്പോഴെങ്കിലും അവന് ബോധോദയം ഉണ്ടായല്ലോ. അല്ലെങ്കിൽ അവളെ പോലുള്ള ഒരുമ്പെട്ടവള് ഈ കുടുംബത്തിൽ ജീവിക്കേണ്ടവളല്ല. എന്റെ മോനെ ഈ കുടുംബത്തെ ചതിച്ചിട്ട് അവൾ ഇവിടെ തുടരുന്നതോടെ എനിക്ക് ഒരു താല്പര്യമില്ല രവിയേട്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് തന്നെ സുധിയുടെ ജീവിതത്തിൽ നിന്ന് അവളെ പടിയിറക്കി വിട്ടിട്ട് നല്ല ഒന്നാം തന്നെ ഒരു പെങ്കൊച്ചിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ ചന്ദ്ര പറയണെന്നൊക്കെ ചോദിച്ചു. ദേ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി. സുധിയാണെ വിഷമിച്ച് മുറിയിലേക്ക് വന്നു. സുധിക്കാണെങ്കിൽ മുറി വന്നിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അമ്മയോട് എതിർത്ത് പറയാനും പറ്റില്ല. പക്ഷെ പറയാതിരുന്നിട്ടുണ്ടെങ്കിലോ ശ്രുതി ഉപേക്ഷിച്ച് വേറൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് മീരയോട് കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മീരെ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കണ്ടോ, ഞാൻ മിക്കവാറും ഒരു കൊലയാളിയാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. മീര പറഞ്ഞു, നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. അറിയാലോ, നിന്റെ അമ്മായിമ്മ എങ്ങനെയെങ്കിലും വശത്താക്കാനുള്ള തന്ത്രങ്ങൾ നീ പണിയാൻ നോക്ക്. പണത്തിന് മീതെ പരുന്നും പറക്കില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് പണം എന്ന് പറഞ്ഞാൽ അത്ര കാര്യമാണ്, അത്ര പ്രിയമാണ്. പണം ഉണ്ടെങ്കിൽ അവര് വീഴൂന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോണ്ട് ഞാൻ എവിടുന്ന് പോയി പണം ഉണ്ടാക്കാനാന്ന് ചോദിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മീര പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ സുധിയെ കണ്ടെന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പം സുധി എന്ത് ചീത്ത പറഞ്ഞാലും ഞാൻ കേട്ടോളാം, നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ മീര പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ശ്രുതി എന്ത് ചെയ്തു, വിമലയെ കാണാനായിട്ട് പോകുന്നുണ്ട്. കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിമല വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിമലയ്ക്ക് ടെൻഷനായി. വിമല പറഞ്ഞു, എന്റെ മോളെ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്. ഉള്ള സത്യം കൂടെ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വലുതും ഉണ്ടാവുമായിരുന്നോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം സുധി നിന്നെ വേണ്ടാന്നെങ്ങാനും പറയുവോ? എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേന്ന്. എല്ലാത്തിനും കാരണം അമ്മ ഒറ്റയൊരുത്തിയ. ഈ കള്ളത്തരങ്ങളൊക്കെ, കള്ളത്തിന് മേതെ കള്ളത്തരം എനിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് അമ്മയ്ക്കറിയാലോ. നീ അങ്ങനെ പറയരുത്. വേണ്ടെങ്കിൽ വേണ്ട. ഇനിയിപ്പൊ അവന് നിന്നെ വേണ്ടെങ്കിൽ നീ ഇനിയിപ്പം വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നേ? അത് കേട്ടപ്പോ ശ്രുതി വെച്ചു, ഓഹോ, അപ്പൊ എന്റെ ജീവിതം പോണെന്നാണ് അമ്മ പറയണേ. അങ്ങനെയല്ല മോളെ, സ്വന്തം മോളുടെ ജീവിതം നശിച്ചു പോകാനായിട്ട് ഒരമ്മയെ ആഗ്രഹിക്കില്ല. അല്ല പിന്നെ എന്താ അമ്മ ഉദ്ദേശിക്കുന്നേ? അത് പിന്നെ മോളെ, അല്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിലേ അതെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനങ്ങനെ ഇത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി സങ്കടപ്പെട്ടിരിക്കുകയാണ്. വിമലയ്ക്ക് അത് കണ്ടിപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. കാരണം ഒറ്റ മോളേ ഉള്ളൂ. അവൾക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കള്ളത്തരവ് കാണിച്ചു. എന്നാലും അവളുടെ ജീവിതം തകരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തെ സങ്കടമായിരുന്നു. ഈ സമയത്ത് ദേവു അരുണിനെ ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങനെ അരുണിനെ വിളിച്ചിട്ട് സംസാരിക്കണ സമയത്ത് താൻ തന്റെ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു, ആഹാ, അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് ആലോചനയായിട്ട് വീട്ടിലേക്ക് വരാല്ലേന്ന് ചോദിച്ചു. അതെ, ഇപ്പോഴെന്താണല്ലോ ആലോചനയായിട്ട് വീട്ടിലേക്ക് വരണ്ട. ചേച്ചിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം ചേട്ടനും പിന്നെ എന്റെ വീട്ടിലെല്ലാവരും സമ്മതിക്കണ്ടേന്ന് ചോദിച്ചു. അതിനി എന്നാ? സമയമുണ്ട് ദേവു, അധിക ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അറിയാലോ, ഇതിന് നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ. അമ്മയ്ക്ക് ഓരോ ദിവസം ചെല്ലുന്നവർ വയ്യായി വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ നമുക്ക് നോക്കാം അരുണേട്ടാ. അരുണേട്ടൻ എന്തായാലും സമാധാനമായിട്ടിരിക്കുക. എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ബൈക്കിൽ പോകുന്ന ചേച്ചി കണ്ടു. പക്ഷേങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോയി വിടുന്ന സമയത്ത് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഏട്ടൻ പക്ഷെ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭാഗ്യമേ, അല്ലെങ്കിൽ ഏട്ടൻ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ വെറുതെ ഒന്നും അല്ലോ നിന്നെ കല്യാണം കഴിക്കാനല്ലേ, അല്ലാതെ മരം ചുറ്റും പ്രേമം കാര്യങ്ങളൊന്നും അല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഈ ഏട്ടന് ഈ പ്രണയത്തോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആളാന്ന് പറഞ്ഞു. അതുകൊണ്ടാ എനിക്കൊരു ഭയം. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ദേവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അരുണ്. പിന്നെ
എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും നിന്റെ ചേട്ടന് വിവാഹത്തിന് സമ്മതിക്കൂ എന്നൊക്കെ പറഞ്ഞ് ദേവുവിനെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതി സുധിയുടെ അടുത്തേക്ക് ചെന്നു. സുധിയുടെ അടുത്ത് നിന്നിട്ട് സുധിയോട് പറഞ്ഞു, മോനെ നാളെ വക്കീലിനെ കാണാനായിട്ട് പോണം. അറിയാലോ, വക്കീലിനെ പോയി കണ്ട് അവൾക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു, അല്ലമ്മേ നാളെ? അതെന്താ നാളെ പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു. ഒരു ദിവസം മുമ്പെങ്കിലും ഒരു ദിവസം മുമ്പ്. അല്ലമ്മേ അതിന് അവൾ ഡിവോഴ്സിന് സമ്മതിച്ചില്ലെങ്കിലോ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. നീ വക്കീൽ ഓഫീസിലേക്ക് ചെന്നാൽ മതി, ഞാൻ വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധിക്ക് ആകെപ്പെടൊരു വെപ്രാളമായി. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് സുധി ഇങ്ങനെ ആലോചിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അതെ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സുധി പറഞ്ഞു, വേണ്ടമ്മേ ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഷോപ്പിലേക്ക് പോയാലും സുധിക്ക് ടെൻഷനായിരുന്നു. വക്കീൽ ഓഫീസിൽ പോയില്ലെങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അമ്മ പ്രശ്നം ഉണ്ടാക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ശ്രുതിയുടെ മുഖം ഓർത്ത് കഴിയുമ്പോഴത്തേനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇനി എങ്ങാനും വക്കീൽ ഓഫീസിൽ പോവാതെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വിചാരിക്കും തനിക്ക് അമ്മയോട് സ്നേഹമില്ല, തനിക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണ്. അമ്മയും വേണം ഭാര്യയും വേണം, രണ്ടുപേരും വേണം. പക്ഷെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് മീര സുധിയെ കാണാനായിട്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ മീരയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധി എന്താ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു, എനിക്ക് സുധിയോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. സുധി പറഞ്ഞു, എനിക്ക് നിന്നോടൊന്നും ഒരു കാര്യം സംസാരിക്കാനില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ മീര പറഞ്ഞു, സുധി അങ്ങനെ പറയരുത്. ശ്രുതിയുടെ അവസ്ഥയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ പിന്നെ ശ്രുതിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഓർത്താണോ ശ്രുതി ഇരിക്കുന്നത്. അവളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാന്ന് ശ്രുതിക്ക് അറിയാവോ? എനിക്കറിയാതെ എന്തുകൊണ്ടാന്ന്. അത്രയ്ക്ക് ഇഷ്ടമോ ശ്രുതിയെ, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചേ. കോടീശ്വരിയായ മരുമോളെ മാത്രമേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുള്ളെന്ന് ശ്രുതിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവൾ അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചേ. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യം വരില്ലായിരുന്നു. അതെ, ശ്രുതിയെ മാത്രം വിചാരിച്ച് ഇത്രയും കാലം കഴിഞ്ഞ അപ്പൊ പിന്നെ ശ്രുതി ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നൊക്കെ അറിഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവളെ തിരികെ വിളിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതിന് ശ്രുതി പറഞ്ഞു, അതൊന്നും നടക്കില്ല, അമ്മ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ശ്രുതി ഇനി എന്തിനാ അമ്മ ഇനിയും പേടിക്കണേ? ഇനിയും പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശരിയാവുന്ന ജീവിതം നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ചെയ്യുക. അമ്മയ്ക്ക് ശ്രുതി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ലെങ്കിൽ ശ്രുതിയെയും വിളിച്ചോണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാൻ ഒരു വാടക വീട് പോരെ, ജീവിക്കാനായിട്ട് രണ്ടുപേർക്കും ഒരു ജോലിയും വരുമാനം ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അമ്മയെ വീടും വിട്ട് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അതെ, അമ്മയും കെട്ടിപ്പിടിച്ച് അവസാനം വരെ വരുന്നിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ ജീവിതം പോകുന്നേ. എന്താന്ന് വെച്ചാൽ ശ്രുതി തന്നെ തീരുമാനിക്കുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അറിയാലോ, ശ്രുതിയെ പിന്നെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഇനിയിപ്പം ശ്രുതിക്ക് വേറെ വിവാഹം കഴിക്കാനായിട്ടായിരിക്കും ശ്രുതിയുടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഒരുപക്ഷെ ശ്രുതിക്ക് താല്പര്യം ഇല്ലായിരിക്കും. ഇത് നമ്മൾ ബോൾഡായിട്ട് തീരുമാനം എടുക്കേണ്ട സമയത്ത് ബോൾഡായിട്ട് തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. ഇനിയെങ്കിലും അമ്മയുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ കുറച്ചൊക്കെ ഭാര്യ പറയുന്നതും കൂടെ അനുസരിക്കുക. അവള് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. പണത്തെയല്ല ശ്രുതി സ്നേഹിക്കണ്ടേ, അല്ലാതെ പണത്തെ സ്നേഹിക്കാതെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉപദേശവും കാര്യങ്ങളൊക്കെ മീര കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് മീര അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ശ്രുതി ഒരു കാര്യം തീരുമാനിച്ചു, അമ്മയോട് സംസാരിക്കണം. എന്താണെങ്കിലും ശ്രുതിയെ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതമല്ലെന്ന്. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.